ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു Ashbicreations. ഇന്ന് നമ്മൾ ഒരു സാരി ഡിസൈൻ ആയിട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ ദേ ഇവിടെ ഒരു സ്റ്റെൻസിലും ഒരു സ്കെയിലും എടുത്തിട്ടുണ്ട്. വെട്ടക്കൂടുതലുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട്. പിന്നെ ഒരു പെൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് മെറ്റീരിയലും എടുത്തിട്ടുണ്ട്, സാരിക്കുള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5½ മീറ്ററിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബ്ലൗസ് പീസ് സ്പെഷ്യലായിട്ട്, അതായത് ഇതൊരു റോ കോട്ടൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ, റോ കോട്ടനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരു ഡബിൾ ഷെയ്ഡ് ത്രെഡാണ് മെറ്റീരിയലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഡബിൾ ഷെയ്ഡിൽ വരുന്നിട്ടുള്ള കളർ ഏതാണോ അത് നമുക്ക് ബ്ലൗസായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ എന്താ ഇവിടെ യെല്ലോ കാർബണൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാനിവിടെ ഒരു പിന്നെ ഓയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്, ഓയിൽ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഷീറ്റിൻ്റെ ആ ഒരു എഡ്ജ് പോർഷനിൽ ജസ്റ്റ് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് ഒന്ന് കണ്ടുപിടിച്ചതിന് ശേഷം കണ്ടോ, അത് ആ ഒരു ഭാഗത്ത് ഞാൻ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് മെറ്റീരിയലിൽ വരുമ്പോൾ നമുക്ക് അത്രയും ഭാഗം, അതായത് നമ്മൾ ഈ ലൈൻ വരച്ചിരിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വരച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വരച്ച് കൊടുക്കാൻ പോകുമ്പോൾ നമ്മുടെ മെറ്റീരിയലിൻ്റെ എഡ്ജ് പോർഷനിൽ നമ്മൾ ഇതേപോലെ ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1½ ഇഞ്ച് വിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈൻസ് വരച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് റൗണ്ടിലുള്ള ഫ്ലവർ ചെയ്യുമോ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പുള്ളിയും സ്റ്റിച്ച് വെച്ചിട്ടുള്ളൊരു ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കണ്ടോ ഈ ഒരു ലൈനിൽ നിന്ന് ഒരു 10 ഇഞ്ച് സ്കെയിലിൽ പിന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ പോർഷനിലാണ് ഞാൻ ഈ ഒരു നമ്മുടെ ഈ ഒരു സാരിയുടെ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ ലൈൻ നിങ്ങൾ വരച്ച് കൊടുക്കണ്ട, ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സെൻറ്റർ പോർഷനിൽ നിന്ന് ഞാൻ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ സ്റ്റെംസും ഒക്കെയാണ്, നമുക്ക് ഓരോ സ്റ്റെമ്മിൽ നിന്നും അടുത്ത സ്റ്റെമ്മ് പോവാണ്, ബ്രാഞ്ചസ് ഇല്ലേ, അതിൽ നിന്ന് നമുക്ക് അടുത്ത ബ്രാഞ്ചസ് അങ്ങനെ പോവാണ്. ഈ ഒരു ഡിസൈൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അങ്ങനെയായിട്ടോ, ഒരു ബ്രാഞ്ചിൽ നിന്ന് അടുത്ത ബ്രാഞ്ച് ഇങ്ങനെ പോവാം. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത് വേണോ അത്രയും ലെങ്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇതേപോലെ ഓയിൽ പേപ്പറിൻ്റെ സൈഡിൽ ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ നമ്മുടെ മെഷറിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ടൊരു ഇത്രയും വീതിക്ക് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് അതിനകത്ത് നിൽക്കത്തക്ക വിധത്തിലുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് വരച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനാണ്, സാരിയിൽ ചെയ്തിരിക്കുന്ന ഡിസൈനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഓരോ സ്റ്റെമ്മിൻ്റെയും അറ്റത്തായിട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് മെറ്റീരിയലിലേക്ക് ഞാൻ ട്രേസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലീഫിൻ്റെ ഷേപ്പൊന്നും ഞാൻ വരച്ച് കൊടുക്കത്തില്ല. കാരണം ഞാൻ ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ വരച്ച് കൊടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഫിക്സ് ചെയ്ത് മെറ്റീരിയലിൽ ഇതെല്ലാം വരച്ച് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ, അതായത് ലീഫൊക്കെ വരച്ച് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, നമുക്ക് ഫ്രെയിമിൽ വെക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞൊക്കെ കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ ലീഫ് വരച്ച് കൊടുക്കാത്തത്, അതായത് ട്രേസ് ചെയ്യുന്ന സമയത്ത്. മനസ്സിലാക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റെംസ് എല്ലാം വരച്ച് കൊടുത്തു, നമ്മൾ ലീഫുകളും വരച്ച് കൊടുത്തു. ഇനി ഞാൻ കാർബൺ പേപ്പർ എടുക്കുകയാണ്. യെല്ലോ കാർബൺ ഉണ്ട്, അതേപോലെ വൈറ്റ് കാർബണും ഉണ്ട്. ഇത് യെല്ലോ കാർബൺ എന്ന് പറയുന്നത് ലൈറ്റ് ഷെയ്ഡിലുള്ള മെറ്റീരിയലിലൊക്കെ നമുക്ക് വരച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു യെല്ലോ കാർബൺ യൂസ് ചെയ്യുന്നത്. വൈറ്റ് കാർബൺ ഇതുപോലത്തെ ഡാർക്ക് കളറിലുള്ള ഫാബ്രിക്കിലും ഒക്കെ നമുക്ക് വരച്ച് കൊടുക്കാനാണ് വൈറ്റ് കാർബൺ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ 2 കാർബണും നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യമായിട്ട് നിങ്ങൾ വാങ്ങിച്ച് വെക്കേണ്ട ഒരു പേപ്പറാണ് കേട്ടോ, കാർബൺ പേപ്പറാണ്. ഇപ്പം ഞാൻ ഈ ഒരു മെറ്റീരിയലിൻ്റെ എഡ്ജ് പോർഷനിൽ നിന്ന് ഞാൻ എൻ്റെ പെൻസിൽ യൂസ് ചെയ്തിട്ട്, എൻ്റെ അപ്സരയുടെ പെൻസിലാണ് കേട്ടോ, അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ്. ആ ഒരു പെൻസിൽ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുക. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാരി വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒരു പൈപ്പിംഗ് പോലൊക്കെ കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് മടക്കി അടിക്കണമെന്നുണ്ടെങ്കിലോ നമുക്ക് അത്രയും ഒരു 1 ഇഞ്ചിൽ അല്ലെങ്കിൽ ഒരു 1½ ഇഞ്ചിലെങ്കിലും നിങ്ങൾ ഒരു സീം അലവൻസ് പോലെ അത്രയും ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ സാരി ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴായാലും അങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനത് ആ ലൈൻ വരച്ചില്ലേ നമ്മൾ, ആ ലൈനിൻ്റെ മുകളിലേക്ക്, അതായത് ആ ഒരു ഭാഗത്ത് വരത്തക്ക വിധത്തിൽ കാർബൺ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്.
പിന്നെ നിങ്ങൾക്ക് ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഇനി അതിന് മുകളിലാണ് കേട്ടോ ഈ ഒരു ഓയിൽ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ കാർബൺ പേപ്പർ വെച്ച് കൊടുത്തു, അതിന് മുകളിൽ നമ്മൾ ഓയിൽ പേപ്പറിൻ്റെ താഴെ നമ്മൾ ലൈൻ വരച്ചില്ലേ, ആ ലൈൻ്റെ അതേ സെയിം തന്നെ നമ്മൾ ആ മെറ്റീരിയലിൽ നമ്മൾ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് തന്നെ നിൽക്കത്തക്ക വിധത്തിൽ വേണം ഈ ഒരു യെല്ലോ ഷീറ്റും വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം, മൊബൈൽ ഫോണൊന്നും വെക്കുന്നതിനൊക്കെ പകരം മുട്ടുസൂചി ഉണ്ടാവുമല്ലോ കയ്യിൽ. മുട്ടുസൂചി ഉണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പേപ്പറിൻ്റെ മുകളിലേക്ക് ഒന്ന് പിൻ ചെയ്ത് എല്ലാ ഭാഗത്തേക്കും മെറ്റീരിയലുമായിട്ട് കണക്ട് ചെയ്യുന്ന വിധത്തിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ല. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കുട്ടികൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്, മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് അത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ മുട്ട സൂചിയൊക്കെ കുത്തി വെച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അവിടെ സ്റ്റെമ്മുകൾ മാത്രമേ ഞാൻ വരച്ച് കൊടുത്തിട്ടുള്ളൂ. ഞാൻ ലീഫൊന്നും വരച്ച് കൊടുത്തിട്ടില്ല, മനസ്സിലായ? സെൻറ്ററിലത്തുള്ള ആ ലീഫ് മാത്രം ഞാൻ വരച്ച് കൊടുത്തിട്ടുള്ളേ. ഇനിയിപ്പം നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് അറിയാമോ, ആ ഒരു സീം അലവൻസിൻ്റെ ഭാഗം നമ്മൾ ലൈൻസ് വരച്ചില്ലേ, ആ ഒരു മെറ്റീരിയലുമായിട്ട് വേറൊരു മെറ്റീരിയൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിമിൽ വെക്കുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക, അങ്ങോട്ട് ലൂസായി പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് വേറൊരു മെറ്റീരിയലും കൂടി യൂസ് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും സിൽക്ക് ത്രെഡ്സും ബീഡ്സും അതുപോലെ നമുക്ക് ചെറിയൊരു റൗണ്ട് ബീഡ്സും കൂടി ഇവിടെ അത്യാവശ്യമാണ്. അപ്പോൾ അത്യാവശ്യം ലെങ്ത് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്, 12 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോവാം കേട്ടോ. പെട്ടെന്ന് അടുത്ത വീഡിയോ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് പറ്റണില്ല. എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റെമ്മിൻ്റെ സ്റ്റിച്ച് എന്ന് പറയുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. ഇതേപോലെ ഓരോ സ്റ്റെംസ് നമ്മളിങ്ങനെ എടുത്തിട്ട് ആ സെൻറ്ററിൽ കൂടി ത്രെഡും ഒക്കെ എടുത്തിട്ട് നമ്മൾ മുകളിൽ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ചിലപ്പോൾ ബിഗിനേഴ്സിനൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച പോലെ നിങ്ങൾ ചെയ്ത് പോയാൽ മതി. പിന്നെ ഇത് സിൽക്ക് ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ബിഗിനേഴ്സൊക്കെ ചെയ്യുമ്പോൾ കോട്ടൺ ത്രെഡ് വെച്ചിട്ട് തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ. സിൽക്ക് ത്രെഡിലേക്ക് ആദ്യം പോവാതിരിക്കുന്നതാണ് നല്ലത്. സിൽക്ക് ത്രെഡ് പതിയെ പഠിച്ചെടുക്കേണ്ട ഒരു ത്രെഡാണ്. പെട്ടെന്ന് ഒന്നും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, കാരണം കുടുങ്ങിപ്പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ആദ്യം നിങ്ങൾ കോട്ടൺ ത്രെഡിൽ പഠിച്ചതിന് ശേഷം സിൽക്ക് ത്രെഡിലേക്ക് പോവുക. സിൽക്ക് ത്രെഡ് ചെയ്യാതിരിക്കരുത്, സിൽക്ക് ത്രെഡിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കോട്ടൺ ത്രെഡിനെക്കാട്ടിലും നല്ലത് സിൽക്ക് ത്രെഡിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഭംഗി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ ലീഫ് ചെയ്ത് കൊടുക്കുന്നത് ലേസി ഡേസി സ്റ്റിച്ചാണ്, സ്റ്റെമ്മിന് സ്റ്റെം സ്റ്റിച്ച്. അപ്പോൾ അങ്ങനെ ഓരോ പേരുകളുണ്ട്. അപ്പം ഇങ്ങനെ ലീഫിന് നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ ത്രെഡ് എടുത്തു, അതിൻ്റെ അടുത്തായിട്ട് അടുത്ത ത്രെഡിന് നീഡിൽ കുത്തി, പിന്നെ അതാ പതിയെ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ ചെയ്തെടുത്തിട്ട് നമ്മൾ മുകളിൽ ലോക്കിട്ടും കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? ഇനി നമുക്ക് അടുത്ത ലീഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ മാക്സിമം നല്ല ടൈറ്റ് ചെയ്തിട്ട് വേണം ഫ്രെയിമിൽ വെക്കാനായിട്ട് കേട്ടോ. നല്ലതായിട്ട് ഫ്രെയിമിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക, നമ്മൾ ടൈറ്റ് ചെയ്യണ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഫ്ലവറാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ബുള്ളിയൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കളർ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കണ്ടോ, ആദ്യം ഞാൻ ട്രേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫ്ലവറൊന്നും, അതായത് ഈ ഒരു ലീഫിൻ്റെ ഭാഗമൊന്നും ഞാൻ വരച്ചു കൊടുക്കത്തില്ല, ഞാൻ ലാസ്റ്റാണ് വരയ്ക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ കണ്ടോ, നമ്മൾ ഫ്രെയിമിലൊക്കെ വെച്ചപ്പോൾ നമ്മൾ സ്റ്റെമ്മൊക്കെ കറക്റ്റായിട്ട് കിട്ടി. പക്ഷേ നമ്മൾ ഈ ഒരു ലീഫിൻ്റെ ഭാഗം ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചരിഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ നമ്മളെല്ലാം വരച്ചതിന് ശേഷം ഫ്രെയിമിലും ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ലീഫിൻ്റെ ഭാഗം ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതേപോലെ ഓരോ പെറ്റലായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നീഡിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ത്രെഡ് എന്ന് പറയുന്നത് ഒരു 12 ടൈംസ് നമ്മൾ നീഡിലേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ബുള്ളിയൻ സ്റ്റിച്ച്. എന്നിട്ട് പിന്നെ താഴേക്ക് നമ്മൾ ലോക്കിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത ഭാഗം ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് എടുക്കുക,
അതിനുശേഷം മുകളിലേക്ക് നീഡിലെടുത്തു. അതിനുശേഷം നമ്മളിത് ആ ഒരു നീഡിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ത്രെഡ് ഒരു 12 ടൈംസ്. എന്നിട്ട് പിന്നെ പതിയെ തിരിച്ചെടുക്കുക. എടുത്തിട്ട് താഴേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെടുത്ത ഭാഗത്ത് തന്നെ കൊണ്ടുവന്നിട്ട് ലോക്ക് ഇട്ട് കൊടുക്കുക. അടുത്തത് ചെയ്യുമ്പോൾ തൊട്ടിപ്പുറത്തൊന്ന് നീക്കി കുറച്ച് താഴേക്ക് നീക്കിയിട്ട് അടുത്ത പെറ്റൽസ് എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ബുള്ളിയൻ സ്റ്റിച്ച് പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. നിങ്ങൾ മെറ്റീരിയലൊക്കെ വരയ്ക്കുന്ന സമയത്ത് മെറ്റീരിയലിലേക്ക് ട്രേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് കൊടുക്കണം. ഒരു സീം അലവൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഡിസൈനൊക്കെ ട്രേസ് ചെയ്ത് എടുക്കാനായിട്ട്. പിന്നെ അതേപോലെ മറ്റൊരു തുണിയുമായിട്ട് ഒരു കോട്ടൻ്റെ ഫാബ്രിക് ഏതെങ്കിലും ആയിട്ട് അറ്റാച്ച് ചെയ്യണം നമ്മൾ വർക്ക്. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ആ ഒരു അരികത്തായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ആ അരിക് ലൂസായിട്ട് കിടക്കും. അത് ഒഴിവാക്കാനാണ് നമ്മൾ മറ്റൊരു തുണിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാ ഇനിയിപ്പോൾ മറ്റേ കളർ വെച്ചിട്ട് അതാ പിങ്ക് ഷെയ്ഡിലുള്ള കളർ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തൊരു സ്റ്റെമ്മിൻ്റെ അറ്റത്തെന്ന് പറയുന്നത് നമ്മൾ ഇതേപോലത്തെ വൈറ്റ് കളറിലെ പേള് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? ഫ്ലവർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അടുത്ത സ്റ്റെമ്മിൻ്റെ അറ്റം വരുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു 3 ബീഡ്സ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ട ഒരു കുഞ്ഞു ഫ്ലവർ കിട്ടി, ബീഡ്സ് കൊണ്ടുള്ള ഒരു ഫ്ലവർ കിട്ടി. എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് ലോക്കിട്ട് ഇതേപോലെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫിക്സ് ആയിട്ട് തന്നെ അങ്ങനെ ഇരുന്നോളുവേ. ഇനിയിപ്പോൾ അടുത്തത് ചെയ്യുമ്പോൾ ആ പിങ്ക് ഷെയ്ഡിലുള്ള ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ വീണ്ടും നമ്മൾ ഈ ഒരു പേള് യൂസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ മാറ്റി നമ്മൾ ആ ഒരു പോർഷൻ, അതായത് നമ്മുടെ ആ ഒരു മുന്താണി വരെയുള്ള ആ ഒരു പോർഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അത് ഇടയ്ക്കുള്ള ഗ്യാപ്പുള്ള ഭാഗത്ത്, കാരണം ആദ്യം ഞാൻ പാറ്റേൺ വരച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുകളിൽ ഞാൻ ഒരു ലൈൻ വരച്ചു, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ മുകളിലേക്ക്. ആ ഒരു ലൈൻ്റെ ആ ഒരു ഭാഗം വരെ നമ്മൾ ഇതുപോലെ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും നമ്മൾ ഈ മെറ്റീരിയലിലേക്ക് ആ മുകളിലത്തെ ലൈൻ വരച്ച് കൊടുക്കണ്ട. ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ വരെ എന്ന് വരച്ചത്. കാരണം ആ 2 ലൈൻ്റെയും സെൻറ്ററിലായിട്ട് വേണം നമ്മുടെ ഈ ഒരു ഡിസൈൻ നിൽക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നത് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതേപോലെ ബീഡ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. നമുക്ക് എന്തൊക്കെ ചെയ്യണം? ലീഫും സ്റ്റെമ്മും ഫ്ലവറും ബീഡ്സ് വർക്കും ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ മുന്താണിയുടെ ഭാഗം വരെ നമുക്ക് ഏകദേശം ഈ ഒരു വർക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാൻ മാക്സിമം ശ്രമിക്കാമേ. താങ്ക്